5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശശി തരൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശശി തരൂരിനോട് പത്രക്കാർ ചോദിക്കുന്നു, എന്തേ നിലമ്പൂർ പോയിട്ടില്ല എന്ന്. അപ്പോൾ ശശി തരൂർ ചോദിക്കുന്നു, എന്നെ വിളിക്കണ്ടേ? ഇതുപോലെ നെയ്യാറ്റിങ്കര, നിലമ്പൂരിലും എന്നുണ്ട്, നെയ്യാറ്റിങ്കരയിലും എമ്മുണ്ട്. നെയ്യാറ്റിങ്കരയിൽ സെൽവരാജ് ഒരു രാജിവെച്ചതിൻ്റെ ഫലമായി, കോൺഗ്രസിൽ ചേർന്നതിൻ്റെ ഫലമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. അന്ന് തെരഞ്ഞെടുപ്പ് ദിവസമാണ് രമയുടെ ഭർത്താവായിട്ടുള്ള TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിക്കുകയും വലിയ വിവാദമാവുകയും ചെയ്തു. അന്ന് ആ തെരഞ്ഞെടുപ്പിനെ വരെ അത് സ്വാധീനിച്ചു. അത് ഇടതുപക്ഷം തോൽക്കുന്നതിനൊരു കാരണവുമായി. പക്ഷേ VS അത് മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബോൾഡിനെസ് വളരെ പ്രധാനമാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ കർക്കശമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്നത് വിവാദങ്ങളിൽ മാത്രം ഒതുങ്ങി. ഇന്ന് ശശി തരൂർ ഇത് പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉടനെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. സണ്ണി ജോസഫ്, KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത് പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ സാർ, ഓരോ നേതാക്കളുടെയും ഷെഡ്യൂൾ കൊടുക്കണ്ടേ? ആരാണോ ഒന്നുകിൽ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, നമുക്ക് ശശി തരൂർ ഇപ്പം മോഡിക്ക് വേണ്ടി ഒരുപാട് PR വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറ്റപ്പെടുത്താം, അത് ഒരു രാഷ്ട്രീയമായി കുറ്റപ്പെടുത്താം. പക്ഷേ ശശി തരൂർ പറയുന്നതിനകത്തൊരു കാര്യമില്ലേ? അദ്ദേഹം പറയുന്നത് എന്താണ്? എന്നെ ക്ഷണിക്കണമല്ലോ. സ്വാഭാവികമായിട്ട് താലപ്പൊലി വെച്ച് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ താലപ്പൊലിയും വിളക്കം കൊണ്ടുപോയി അങ്ങനെ ആറാട്ടെടുത്ത് കൊണ്ടുപോകണമെന്നല്ല. അവിടെ പ്രോഗ്രാം ഇടുമ്പോൾ ശശി തരൂരിനും പ്രോഗ്രാം ഇടണ്ടേ? അപ്പോൾ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയോ ആരെങ്കിലും ശശി തരൂരുമായി കോൺടാക്ട് ചെയ്യുകയും താങ്കൾ എന്നാണ് കേരളത്തിലെത്തുന്നത്, ഇങ്ങനെ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഷെഡ്യൂൾ തയ്യാറാക്കി കൊടുക്കണ്ടേ? അല്ല ശശി തരൂർ ഞാനും ഇതാ ഉണ്ടായെന്ന് പറഞ്ഞ് രാവിലെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ പ്രസംഗിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് അവിടെ സ്റ്റേജ് കിട്ടുമോ? അദ്ദേഹത്തിന് ആളുകളെ കിട്ടുമോ? അല്ലാതെ അദ്ദേഹം എന്ത് കാണാനാണ് പോകുന്നത്? നിലമ്പൂർ പോയിട്ട് നിലമ്പൂരിൻ്റെ ഉത്സവം കാണാൻ പോകുന്നതല്ലല്ലോ. അപ്പോൾ ശശി തരൂർ പറയുന്നതാണ് കറക്റ്റ്. രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിന് സൺഡേ ശശി തരൂരിനോട് ഒരു ദേഷ്യമുണ്ട്. അതൊക്കെ ശരിയാണ്. താങ്കൾ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്, കടുകട്ടി കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് വിട്ട് താങ്കൾക്ക് ജീവവായുവില്ല, ഉച്ഛ്വാസവായുവില്ല, ഒന്നുമില്ല. ശരീരം മുറിച്ചു വാക്കിയ ബ്ലഡ് എങ്ങാനും ഒന്ന് പകരം ത്രിവർണ്ണ പതാകയുടെ 3 തരത്തിലുള്ള ബ്ലഡ് പുറത്തു വരും. അത്രയ്ക്ക് കോൺഗ്രസ് ആണ് താങ്കൾ. പക്ഷേ എന്നാലും താങ്കൾ ഈ പറഞ്ഞ് ശരിയല്ല. കല്യാണത്തിന് അല്ലല്ലോ ക്ഷണിക്കാൻ, സംബന്ധമല്ലല്ലോ. തീർച്ചയായിട്ടും സംബന്ധത്തിനാണെങ്കിൽ പോലും നമുക്ക് വിളിക്കാതെ ഒന്ന് പോകാം, അവർ നമ്മളെ ഇറക്കി വിടത്തില്ല. ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ പരിചയമുള്ള സ്ഥലത്തോ ശശി തരൂരോ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കല്യാണ സ്ഥലത്തോ മരണ വീട്ടിലോ ചെന്ന് കയറിയാൽ ആരും ഇറക്കി വിടത്തില്ല. സംബന്ധമാണെങ്കിൽ വിളിക്കാതെ പോയാലും ആരും ഇറക്കി വിടത്തില്ല. പക്ഷേ ഇലക്ഷനിൽ ഷെഡ്യൂൾ കിട്ടാതെ എങ്ങനെയാണ് വരിക? അപ്പോൾ അങ്ങോട്ട് വിളിച്ച് ഷെഡ്യൂൾ ഞാൻ വിളിച്ച് ചോദിക്കാൻ പറ്റും, ഞാനിവിടെ ഉണ്ട്, ഞാനും കൂടെ വരട്ടെ പ്രസംഗിക്കാമെന്ന് ശശി തരൂരിന് ചോദിക്കുന്നതിന് പരിമിതി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ശശി തരൂരിനെ പോലെ തിരുവനന്തപുരം MP ആയിട്ടുള്ള AICCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള ശശി തരൂരിനെ ഒന്നുകിൽ അദ്ദേഹത്തെ കളയുക, നിങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ശശി തരൂരിന് ഷെഡ്യൂൾ കൊടുക്കുക, ഡേറ്റ് കൊടുക്കണം, ഷെഡ്യൂൾ കൊടുക്കണം, അദ്ദേഹത്തിൻ്റെയും കൂടെ സൗകര്യം വെച്ച് ഡേറ്റ് എടുക്കണം, എന്നിട്ട് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അദ്ദേഹത്തിന് മാസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, എങ്കിലല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ഒരു കുടുംബവേദി, അല്ലെങ്കിൽ കുടുംബസഭ, അല്ലെങ്കിൽ കുടുംബയോഗം, അല്ലെങ്കിൽ വലിയ മാസ് പ്രകടനം, അല്ലെങ്കിൽ പൊതുസമ്മേളനം, ഇത് ഏതെങ്കിലും ഒന്നിലല്ലേ വന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ല ശശി തരൂർ അവിടെ സിനിമ കാണാൻ വരുന്നതല്ലല്ലോ. ശരി, നിലമ്പൂർ പോയി കളയാം, നമുക്ക് നേരെ രാവിലെ കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ പോയി നിലമ്പൂർ ചെന്ന് ആര്യാടൻ ഷൗക്കത്തുമായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ്, അത് പറ്റത്തില്ലല്ലോ ശശി തരൂരിന്. ശശി തരൂർ നേതാവല്ലേ, നിങ്ങളുടെ തന്നെ നേതാവല്ലേ. അപ്പോൾ അത് നിലമ്പൂരിലേക്ക് ശശി തരൂരിൻ്റെ സേവനം ഉപയോഗിക്കാത്തത് ഒരു ശരിയായില്ല. അങ്ങനെ ഉപയോഗിക്കാതിരുന്ന ശശി തരൂരിൽ അതിൽ പരിഭവം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പരിഭവം തന്നെയാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ശരിയാണോ ഇല്ല എന്നുള്ളതല്ല, അദ്ദേഹം ഇന്ന് പത്രലേഖകർ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്തായാലും പറയണമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞായിരിക്കും. പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ ബാക്കി ഞാൻ പറയാം, അതിൻ്റെ ഇടയിൽ പറഞ്ഞ് 4 വോട്ട് ഞാൻ കളയുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശശി തരൂർ പറയാൻ സാധ്യതയുണ്ട്. ശശി തരൂർ ഇപ്പോൾ ഒരു BJP മോഡിയുടെ ഒരു ലൈനിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. രാഷ്ട്രമാണ് വലുതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വേറൊരു തലത്തിലേക്ക് ചിന്തിക്കുകയാണ്. ഒരു കാര്യം കോൺഗ്രസും BJP എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾ അക്കാഡമിഷ്യന്മാരെ ഇതുപോലത്തെ ആളുകളെ കൊണ്ടുവരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായി പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത വരും. മറ്റ് പാർട്ടികളിലെ സാധാരണ പ്രവർത്തകരെ പോലെ കയറിയും ഇറങ്ങി, നമ്മളെ കടലിൽ തിരയടിക്കുന്ന പോലെ 2 പ്രാവശ്യം കയറി 2 പ്രാവശ്യം ഇറങ്ങി അങ്ങനെ നിൽക്കാൻ ഇത്തരം ആളുകൾക്ക് കഴിയില്ല. അവർ എന്നും ഡൈനാമിക്കായി മുന്നോട്ട് പ്രവർത്തിച്ച് പോകാനും എപ്പോഴും പ്രവർത്തിച്ച് പോകാനുള്ളൊരു മനസ്സ് കാണിക്കുന്നവരാണ്. അതുകൊണ്ട് കൂടുതൽ അവർക്ക് അവസരം കിട്ടുമ്പോൾ അവർ ഉപയോഗപ്പെടുത്തും. അത് അക്കാഡമിഷ്യന്മാരുടെയൊക്കെ ഒരു ദൗർബല്യമാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ഒരു ദൗർബല്യമാണ്. അവർ അങ്ങനെ ചെയ്യും. ശശി തരൂരിന് ആ ദൗർബല്യമുണ്ട്. അദ്ദേഹത്തിന് വെറുതെ ഒരു MP ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനേക്കാൾ ഈ 19 MPമാരിൽ ഒരു MP ആണെന്ന് പറയുന്നതിനേക്കാളും ലോകരാജ്യങ്ങളിലൊക്കെ പോയി ഇന്ത്യയെക്കുറിച്ച് കാര്യങ്ങൾ പറയാനും ലോകരാഷ്ട്രങ്ങളെ കാണാനും ഒക്കെ ഒരു കൗതുകമുണ്ട്, ഒരു താല്പര്യമുണ്ട്. അതാണ് മോഡി മുതലാക്കിയത്. സ്വാഭാവികമായിട്ട് അതിനെതിരെ കോൺഗ്രസ് വർത്തമാനം പറയുമ്പോൾ കോൺഗ്രസ് തീർച്ചയായും ഒന്നുകിൽ അദ്ദേഹത്തെ സമ്പൂർണ്ണമായി ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉൾക്കൊണ്ട് പോവുക. ഇത്
അദ്ദേഹത്തിനെയും കൂടി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹവും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ 5 ആളുകളെങ്കിലും വോട്ട് ചെയ്യാൻ നിൽക്കുമെങ്കിൽ അവർ വോട്ട് ചെയ്യത്തില്ല. ശശി തരൂരിനോട് താല്പര്യമുള്ള 5 പേരെങ്കിലും വോട്ട് ചെയ്യാൻ, ശശി തരൂർ എന്നെ കണ്ടിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന 5 പേരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. തെരഞ്ഞെടുപ്പ് ദിവസം സംസാരിക്കുമ്പോൾ എല്ലാവരും മിതത്വം പാലിക്കുക. ഇത് നമുക്ക് അടിമഴക്കൊക്കെ ഉണ്ടാക്കാവുന്ന കോൺഗ്രസ് അല്ലേ, എല്ലാ കാലവും ഇതിന് അവസരമുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞത് ശരിയായില്ല, ഇത് അനൗചിത്യക്കേടാണ്, ഇപ്പോൾ പറഞ്ഞ ശരിയായില്ല എന്ന് പറയുന്നത് തിരുത്തുന്നു. ഉടൻ സംബന്ധത്തിന് വിളിച്ചതല്ല, സംബന്ധമാണെങ്കിലല്ലേ വിളിക്കേണ്ടിയെന്ന് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നു. ക്ഷണിക്കേണ്ട കാര്യമില്ല, അങ്ങ് വന്നാൽ പോരെ എന്ന് സണ്ണി ജോസഫ് ചോദിക്കുന്നു. അങ്ങനെ ഒന്നുമല്ല ഈ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കാനുള്ള ആളല്ല. നിങ്ങൾ ഇതിൻ്റെ ചാണക്യന്മാരും ചാമ്പ്യന്മാരുമാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു അലോസരം നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത്.